നമസ്കാരം. ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിൽ ഒരു മാന്യതയുണ്ട്. അവരുടെ വോട്ടുകൾ കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതും അധികാരത്തിലേറുന്നതും. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ എന്തെങ്കിലും തെറ്റു ചെയ്താൽ അതിനെതിരെ ശബ്ദമുയർത്തരുത്, മറിച്ച് അതിനെ പരിഹസിച്ച് ചിരിക്കണം. എല്ലാ മാന്യതകളും ലംഘിച്ചിരിക്കുകയാണ് തെലങ്കാനയിലെ നിസാമാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജീവൻ റെഡ്ഡി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തനിക്ക് വോട്ട് ചെയ്യില്ല എന്നു പറഞ്ഞ വൃദ്ധ സ്ത്രീയുടെ മുഖത്തടിച്ച വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മറ്റു നേതാക്കൾക്കൊപ്പം പ്രചരണം നടത്തുകയായിരുന്നു ജീവൻ റെഡ്ഡി. അതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികയുമായി സംസാരിക്കുകയും തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്നും തനിക്ക് പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഇത്തവണ പൂവിന് വോട്ട് നൽകുമെന്നും പറഞ്ഞ വയോധികയുടെ മുഖത്ത് ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്തത്. ജീവൻ റെഡ്ഡിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ജീവൻ റെഡ്ഡിയെ കേന്ദ്ര കൃഷിമന്ത്രിയാക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു രേവന്ത് റെഡ്ഡി ഇക്കാര്യം പറഞ്ഞത്. ഡി അരവിന്ദനാണ് നിസാമാബാദിൽ BJP സ്ഥാനാർത്ഥിയായി ജീവൻ റെഡ്ഡിക്കെതിരെ മത്സരിക്കുന്നത്. ഈ വിഷയത്തോടനുബന്ധിച്ച് നിരവധി BJP പ്രവർത്തകരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.